ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകമാണ് നമ്മൾ വായിച്ച് പഠിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ നമ്മൾ ആദ്യമായി കാണുന്ന 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ പുസ്തകത്തിലെ കഥാനായികയായ എസ്തേറിനോടൊപ്പം പ്രാധാന്യമുള്ള മൊർദെഖായി എന്ന എസ്തേറിൻ്റെ ബന്ധു ആരായിരുന്നു എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അതിനുശേഷം മൊർദെഖായി എന്ന വ്യക്തിക്കുണ്ടാകുന്ന ഒരു സ്വപ്നം എന്താണ് എന്ന് വായിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അടുത്തതായി 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ ആദ്യമായി കാണുന്നത് 11-ാം അധ്യായമാണ്. പിന്നീട് വരുന്നത് 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ പേർഷ്യൻ രാജാവായ അഹസ്വേരൂസ് രാജാവിനെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചനയെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് ആ വചനഭാഗം വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാഥ, താറ എന്നീ ഷണ്ഡന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശ്യം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ഡന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖ ഉണ്ടാക്കി സൂക്ഷിച്ചു. മൊർദെഖായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന സെക്സസ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അഹസ്വേരൂസ്. അഹസ്വേരൂസ് രാജാവിനെതിരെ ഗൂഢാലോചന നടന്ന വിവരണം ഈ 12-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗത്ത് ഇവിടെയും, ഇത് പിന്നീട് 2-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈ 2 വിവരണങ്ങളും തമ്മിൽ, 12-ാം അധ്യായത്തിലെ വിവരണവും 2-ാം അധ്യായത്തിലെ വിവരണവും തമ്മിൽ ചില വ്യത്യസ്തതകളുമുണ്ട്. ഉദാഹരണമായി ഈ അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ ഗൂഢാലോചന നടക്കുന്നത് എസ്തേർ രാജ്ഞി പദത്തിലെത്തുന്നതിനും മുൻപാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഈ ഗൂഢാലോചനയുടെ വിവരണം അത് നടക്കുന്നത് എസ്തേർ രാജ്ഞിയുടെ കിരീടധാരണത്തിന് ശേഷമാണ്. അതായത് 2-ാം അധ്യായത്തിൻ്റെ 21, 23 തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. മറ്റൊരു വ്യത്യാസം ഗൂഢാലോചനക്കാരായ 2 ഷണ്ഡന്മാരുടെ പേരുകളെ സംബന്ധിച്ചാണ്. ഈ അധ്യായത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ഗബാഥ, താറ എന്നാണ് അവരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ ബിക്താർ, തേരഷ് എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്.
എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഹീബ്രു ഭാഷയിലുള്ള ഹീബ്രു നാമങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ സംഭവിച്ച ഒരു പിശകായിരിക്കാം ഇതിന് കാരണമെന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ പറയുന്നത്. അഹസ്വേരൂസ് രാജാവിനെതിരെ നടന്ന വധ ഗൂഢാലോചന മൊർദെഖായി യാദൃച്ഛികമായി കേൾക്കുന്നു. അതിനുശേഷം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ മൊർദെഖായി രാജാവിനെ വധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന വിവരം രാജാവിനെ തന്നെ ധരിപ്പിക്കുന്നു. പിന്നീട് അതിൻ്റെ മേലെ വിചാരണയുണ്ടാകുന്നു. ഈ രണ്ട് ഷണ്ഡന്മാരും അവരുടെ കുറ്റം സമ്മതിക്കുന്നു. അവരെ വധിക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം രാജാവ് ഒരു രേഖ തയ്യാറാക്കി സൂക്ഷിക്കുകയാണ്. മൊർദെഖായിയും ഇക്കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം എഴുതി സൂക്ഷിച്ചത് എന്ന് കഥയുടെ ഈ ഘട്ടത്തിൽ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നില്ല. പിന്നീട് കഥ മുൻപോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത് എഴുതി സൂക്ഷിക്കപ്പെട്ടത് എന്നത് നമുക്ക് വ്യക്തമാവും. അടുത്തതായി മൊർദെഖായിയോടുള്ള ഹാമാൻ എന്ന ഈ കഥയിലെ പ്രതിനായകൻ്റെ വൈരാഗ്യത്തിനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന 12-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ കൂടി നമുക്കൊന്ന് ഈ സമയം വായിക്കാം. രാജാവ് മൊർദെഖായിയോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഗേയനായ ഹമ്മേദാഥായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ഡന്മാരെ പ്രതി മൊർദെഖായിയെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. ഈ വചനങ്ങളിൽ ഗ്രന്ഥത്തിലെ പ്രതിനായകനായ ഹാമാൻ എന്ന വ്യക്തിയെ ആദ്യമായി നമ്മൾ പരിചയപ്പെടുകയാണ്. ബുഗേയനായ ഹമ്മേദാഥായുടെ മകൻ ഹാമാൻ എന്ന സൂചന ഇവിടെ ഉണ്ടെങ്കിലും ഹാമാൻ ആഗാഗ് വംശജനാണ് എന്നതാണ് പണ്ഡിത മതം. ഈ ഹാമാനോട് അഹസ്വേരൂസ് രാജാവിന് വലിയ മതിപ്പായിരുന്നു. രാജപ്രീതി സമാർജിച്ച ഹാമാൻ രാജാവിനോട് പ്രത്യക്ഷത്തിൽ വലിയ പ്രീതി പുലർത്തിയിരുന്ന ആളാണ്. പക്ഷേ ഇതേ ഹാമാൻ തന്നെയാണ് രാജാവിനെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. രാജാവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയുടെ സൂത്രധാരൻ ഹാമാനായിരുന്നു. അതുകൊണ്ടാണ് ആ ഗൂഢപദ്ധതി പൊളിക്കാൻ നിമിത്തമായി തീർന്ന മൊർദെഖായിയോട് ഹാമാന് വിരോധമുണ്ടാകുന്നത്. ഹാമാൻ്റെ ഗൂഢപദ്ധതി മൊർദെഖായിയുടെ ഇടപെടൽ നിമിത്തമാണ് പൊളിഞ്ഞത്. അതുകൊണ്ട് മൊർദെഖായിയോട് ഹാമാന് വലിയ ശത്രുതയുണ്ടായി എന്ന് ഈ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. 11-12 അധ്യായങ്ങളിലൂടെ ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരിക കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി അധ്യായം 1 ആണ് നമ്മുടെ പഠനഭാഗമായി വരുന്നത്. 1-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം അഹസ്വേരൂസ് രാജാവ് നടത്തുന്ന ഒരു വിരുന്നും ആ വിരുന്നിൻ്റെ അവസാനത്തിൽ വഷ്തി രാജ്ഞിക്കെതിരെ നടക്കുന്ന ഒരു നടപടിയുമാണ്. നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഘടനയൊന്ന് പരിശോധിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ
അഹസ്വേരൂസ് രാജാവ് നടത്തുന്ന ഒരു വിരുന്നിനെക്കുറിച്ച് പറയും. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ രാജാവിൻ്റെ ഉദ്യാനാങ്കണത്തിലെ സജ്ജീകരണങ്ങളും വിരുന്നും എപ്രകാരം ആയിരുന്നുവെന്ന് വിശദീകരിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങളിൽ വഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള രാജകൽപ്പന നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങളിൽ രാജകൽപ്പനയെ നിരസിക്കുന്ന വഷ്തി രാജ്ഞിയുടെ നിലപാട് വ്യക്തമാക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗത്ത് രാജകൽപ്പന നിരസിച്ച രാജ്ഞിക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് ഒരു ആലോചന നടക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിൽ 1-ാം അധ്യായത്തിൻ്റെ 21-22 തിരുവചനങ്ങളിൽ സകല പ്രവിശ്യകളിലേക്കുമുള്ള രാജകൽപ്പന പുറപ്പെടുന്നു. ഇതിലോരോ ഭാഗവും നമുക്ക് വായിച്ച് വിശദമാക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവ് നടത്തുന്ന ഒരു വിരുന്നിനെക്കുറിച്ചാണ്. നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ ആഡംബര പൂർണ്ണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അതുകഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അഹസ്വേരൂസ് രാജാവ് എന്ന മഹാനായ പേർഷ്യൻ രാജാവ്, നമുക്കറിയാം പേർഷ്യൻ സാമ്രാജ്യം എന്നത് മഹത്തായൊരു സാമ്രാജ്യമായിരുന്നു. ഇന്ന് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പേർഷ്യക്കാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ഇറാനിയൻസാണ്. ഇന്നത്തെ മതവിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അക്കാലത്ത് മറ്റൊരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഇറാനിയൻസാണ് പേർഷ്യക്കാർ. അപ്പോൾ ഈ പേർഷ്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ രാജാവായി വാണിരുന്ന അഹസ്വേരൂസ് രാജാവ്, അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് നാമം സെർക്സസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ തൻ്റെ അധികാര സീമ വളർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 127 പ്രവിശ്യകൾ ഈ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു എന്നതിൽ നിന്നും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അക്കാലത്തെ വിശാലത നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പേർഷ്യൻ സാമ്രാജ്യം പല സാമന്ത രാജ്യങ്ങളായും ജില്ലകളായും പ്രവിശ്യകളായും ഒക്കെ തിരിച്ച് പല ആളുകളെ ഏൽപ്പിച്ചിരുന്നു. ഗവർണർമാരായിരുന്നു ഈ പ്രവിശ്യകളുടെയും മറ്റും ഭരണം നിർവഹിച്ചിരുന്നത് രാജാവിന് വേണ്ടി. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള സാമ്രാജ്യം എന്ന പ്രസ്താവനയാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളിന്ന് കാണുന്ന അഭിനവ ഇന്ത്യയല്ല, പ്രാചീന ഇന്ത്യയാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഹൊദ്ദു എന്ന വാക്കാണ് ഇന്ത്യ എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
പഴയ പേർഷ്യൻ ഭാഷയിൽ ഹിന്ദു, സംസ്കൃതത്തിൽ സിന്ധു എന്ന വാക്കുകളിൽ നിന്നൊക്കെയാണ് ഈ ഹൊദ്ദു എന്ന വാക്ക് ഉണ്ടാകുന്നത്. അതായത് സിന്ധു നദിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെയാണ് ഇന്ത്യ എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. സിന്ധു എന്ന മഹാനദിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന സ്ഥലങ്ങളെയാണ് ഇന്ത്യ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും മറ്റുമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഇന്ത്യ. അടുത്തതായി പറയുന്നു, ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം സൂസായിലായിരുന്നു എന്ന്. തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദാരിയൂസ് ഒന്നാമൻ എന്ന പേർഷ്യൻ രാജാവ് പുതുക്കിപ്പണിത് തലസ്ഥാന നഗരിയാക്കി മാറ്റിയ സ്ഥലമാണ് സൂസ. പേർഷ്യൻ രാജാക്കന്മാരുടെ ശൈത്യകാല വസതി, വിൻ്റർ ഹോം സൂസായിലായിരുന്നു എന്ന് ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. എസ്തേർ എന്ന നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഈ പുസ്തകത്തിലെ സംഭവങ്ങളെല്ലാം നടക്കുന്ന ചരിത്ര പശ്ചാത്തലം സൂസ എന്ന സ്ഥലമാണ്. അതിനുശേഷം വിരുന്നിൻ്റെ ഒരു വിവരണം നമ്മളിവിടെ വായിച്ചു കേട്ടു. ഒരു മഹാവിരുന്ന് തന്നെയാണ് ഒരുക്കപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു വിരുന്ന് നടത്തിയത്? എന്താണ് ഇപ്രകാരമുള്ള ഒരു വിരുന്ന് നടത്താനുള്ള കാരണം എന്നതിന് നമുക്ക് വ്യക്തതയൊന്നുമില്ല. ഒരുപക്ഷേ അഹസ്വേരൂസ് രാജാവിൻ്റെ പ്രതാപവും പ്രൗഢിയും പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുള്ള കാരണം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ ആഡംബര പൂർണ്ണതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ആഡംബരവും തൻ്റെ ഐശ്വര്യവും തൻ്റെ പ്രതാപവുമൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കാം ഈ വിരുന്ന് ഉപയുക്തമാക്കിയത്. 180 ദിവസം നീണ്ടു നിന്ന ഈ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്ന ആളുകൾ സൈന്യാധിപന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, തലസ്ഥാന നഗരിയിലെ പ്രമുഖർ എന്നിവരായിരുന്നു. 180 ദിവസം പിന്നിട്ട വിരുന്നിന് ശേഷം ഈ വിരുന്നിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ആഴ്ചക്കാലം 7 ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റൊരു വിരുന്ന് കൂടി നൽകപ്പെടുന്നുണ്ട്. സൂസായിലെ, അതായത് തലസ്ഥാന നഗരിയായിരുന്ന സൂസായിലെ സകലർക്കും വിരുന്ന് വിളമ്പി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടു നിന്ന ഒരു വിരുന്ന് നൽകി എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ 2 വിരുന്നുകൾ നടക്കുകയാണ്. ഒരു 180 ദിവസങ്ങൾ നീണ്ടുന്ന മഹാവിരുന്ന് ഉദ്യോഗസ്ഥ പ്രമുഖർക്ക്, സൈന്യത്തിലെ പ്രമുഖർക്കൊക്കെ വേണ്ടി നൽകപ്പെടുന്നു. പിന്നീട് തലസ്ഥാന നഗരിയിലെ സകലർക്കും വേണ്ടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മറ്റൊരു വിരുന്ന് നൽകുന്നു. എന്തായിരുന്നു ഈ വിരുന്നിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമല്ല. തൻ്റെ പ്രൗഢിയും ഐശ്വര്യവും പ്രതാപവും ഒക്കെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി രാജാവ് ഇതിനെ ഉപയോഗപ്പെടുത്തിയതായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അടുത്തതായി, ഈ വിരുന്നിന് പശ്ചാത്തലം ഒരുക്കാനായി രാജാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉദ്യാനാങ്കണത്തിൽ നടത്തിയ സജ്ജീകരണങ്ങളും വിരുന്ന് തന്നെയും എപ്രകാരമായിരുന്നു എന്ന് വിശദമാക്കുകയാണ് 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. നമുക്കതൊന്ന് വായിക്കാം. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത്
പരുത്തിത്തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോപം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. ഉദ്യാനത്തിൻ്റെ അങ്കണത്തിലെ സജ്ജീകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം വായിച്ചത്. മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വലയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തിത്തുണി കൊണ്ടുള്ള വെളുപ്പും നീലയും നിറത്തിലുള്ള യവനികകൾ, അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങൾ, ഇവയെല്ലാം മഹാരാജാവിൻ്റെ അളവറ്റ സമ്പത്തിൻ്റെയും ആർഭാടഭരിതമായ രാജകീയ പ്രൗഢിയുടെയും നിദർശനങ്ങളാണ്. ഇവയിൽ ചിലതെല്ലാം പുരാവസ്തുശാസ്ത്രം ഖനനത്തിലൂടെ കണ്ടെത്തുകയും അത് ചരിത്ര ശേഷിപ്പുകളായി നമുക്ക് ഇന്നും ലഭ്യമായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെയേറെ പുകഴ്ത്തിപ്പറയുന്ന കാര്യങ്ങളാണെന്നും ചരിത്ര വസ്തുതകളാണെന്നും ചിന്തിക്കേണ്ടതില്ല. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയും ആഡംബരത്വവും തന്നെയാണ് ഇവ വിളിച്ചോതുന്നത്. ഇവിടെ ഒരു മദ്യസേവ നടത്തുന്നതിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. അതിപ്രകാരമാണ്: വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോപം വിളമ്പി. അടുത്തത് ശ്രദ്ധിക്കുക. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പേർഷ്യൻ സാമ്രാജ്യത്തിൽ മദ്യം കഴിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. പേർഷ്യൻ രീതി അനുസരിച്ച്, അക്കാലത്തെ പേർഷ്യൻ രീതി അനുസരിച്ച് ഒരു വിരുന്നുകാരൻ കുറച്ച് ആളുകളെ വിരുന്നിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുന്ന ഒരു രീതി പേർഷ്യയിലുണ്ടായിരുന്നു. പക്ഷേ ആ രീതി ഇവിടെ തുടരേണ്ടതില്ല എന്ന് രാജാവ് പറയുകയാണ്. കുടിക്കുന്നത് നിയമാനുസൃതമാണ്. കുടിക്കാൻ ആവശ്യത്തിനുള്ള മദ്യമുണ്ട്. രാജകീയമായ വീഞ്ഞ് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉദ്യാനാങ്കണത്തിൽ ഇപ്രകാരം ഒരു വിരുന്ന് പ്രഭുക്കന്മാർക്കും സൈന്യാധിപന്മാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമായിട്ടൊക്കെ നൽകുന്ന അതേ സമയത്ത് രാജാവിൻ്റെ ഭാര്യ രാജ്ഞി വാഷ്തി എന്നാണ് അവളുടെ പേര്, വാഷ്തി രാജ്ഞി തൻ്റെ അന്തഃപുരത്തിൽ സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കൂടി ഒരുക്കുന്നുണ്ട്. അഹസ്വേരൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകുകയാണ്. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാവും. എന്തുകൊണ്ടാണത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് വിരുന്ന് കഴിക്കുന്ന രീതി അക്കാലത്ത് പേർഷ്യയിൽ ഉണ്ടായിരുന്നില്ലേ? പുരുഷന്മാരും സ്ത്രീകളും
വിരുന്നാഘോഷങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പേർഷ്യൻ നിയമം യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഈ ഗ്രന്ഥത്തിൽ തന്നെ, എസ്തേർ എന്ന ഈ പുസ്തകത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും, സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് വിരുന്നിൽ പങ്കെടുക്കുന്ന സൂചനകളുമുണ്ട്. ഉദാഹരണത്തിന് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുമൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് വിരുന്ന് കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2 വിരുന്നുകളെക്കുറിച്ച് പറയുന്നത്? അതിനുള്ള കാരണമായി പണ്ഡിതർ പറയുന്നത്, ഒരുപക്ഷെ വിരുന്നുകാരുടെ അംഗബാഹുല്യം നിമിത്തമാകാം 2 വിഭാഗങ്ങളായിട്ട് വിരുന്ന് നടത്തിയത് എന്നാണ്. അനവധി ആളുകൾ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഉദ്യാനാങ്കണത്തിൽ സാധ്യതയില്ലാതിരുന്നതുകൊണ്ട് 2 ഗണങ്ങളായി, പുരുഷന്മാർക്ക് ഉദ്യാനാങ്കണത്തിലും സ്ത്രീകൾക്ക് അന്തപുരത്തിലുമായി 2 ഗണങ്ങളായി വിരുന്ന് നൽകിയതാകാം എന്നതാണ്. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗത്ത് 3 വിരുന്നുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണുള്ളത്. അഹസ്വേരോസ് രാജാവ് സൈന്യാധിപന്മാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകിയ വിരുന്ന്, അഹസ്വേരോസ് രാജാവ് തൻ്റെ തലസ്ഥാന നഗരിയിലെ മുഴുവൻ ആളുകൾക്ക് നൽകിയ വിരുന്ന്, വഷ്തി രാജ്ഞി കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഒരുക്കിയ വിരുന്ന്. അടുത്തതായി ഒരു രാജകൽപ്പനയെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേൾക്കാനായിട്ട് പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.